അങ്ങനെ ഇന്ന് നടന്ന ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് ടണൽ ടീമാണ്. ഇന്നലെ നടന്ന അതിഥികളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ടാസ്കിലും വിജയിച്ചത് ടണൽ ടീമാണ്. അവർ നല്ല പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് കളിച്ചത്. എങ്കിലും ഇന്നത്തെ അവരുടെ വിജയം കുറച്ച് അൺഫെയർ ആയി എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം അവരുടെ ടീം അംഗമായ അഭിഷേക് ശ്രീകുമാർ വലിയൊരു തെറ്റ് ചെയ്തു. ഡെൻ ടീമിൽ നിന്ന് ശ്രീതു എറിഞ്ഞ മഞ്ഞ ബോൾ ഉപയോഗിച്ചാണ് അഭിഷേക് ശ്രീകുമാർ നെക്സ്റ്റ് ടീമിലുള്ള ഗബ്രീനെ എറിയുന്നത്. ഇവിടെ അഭിഷേക് ശ്രീകുമാർ മാത്രമല്ല കള്ളത്തരം ചെയ്തിട്ടുള്ളത്. എങ്കിലും കള്ളത്തരം ചെയ്ത ഒരു ടീമിനെ വിജയിയായി പ്രഖ്യാപിച്ചപ്പോൾ അത് കുറച്ച് അൺഫെയർ ആയി ഫീൽ ചെയ്തു. ഇവിടെ സത്യം അറിയുന്ന രണ്ടേ പേരേ ഉള്ളൂ. ഒന്ന് അഭിഷേക് ശ്രീകുമാറും മറ്റൊന്ന് ബിഗ് ബോസും. അറ്റ്ലീസ്റ്റ് ബിഗ് ബോസിന് അഭിഷേക് ശ്രീകുമാർ കാണിച്ച ആ അൺഫെയർ ആക്ട് ഒന്ന് എല്ലാ ഹൗസ്മേറ്റ്സിനെയും കാണിക്കാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതങ്ങനെ കാണിക്കുകയാണെങ്കിൽ ടണൽ ടീം അപ്പോൾ തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യുകയും കളിയിൽ നിന്ന് പുറത്താവുകയും ചെയ്തേനെ. അവസാനം ബിഗ് ബോസ് വിജയിയായ ടീമിന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതൊട്ടും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഫീൽ ചെയ്തത്. ഇതിനിടയ്ക്ക് ബിഗ് ബോസ് സത്യസന്ധതയാണ് ഒരു ജവാന്റെ മുഖമുദ്ര എന്നൊക്കെ അനൗൺസ് ചെയ്യുക കൂടി ചെയ്തു. ഇവരെ ഒന്ന് ആക്കി പറഞ്ഞതാണ്. എന്നിട്ട് പോലും അഭിഷേക് ശ്രീകുമാർ അത് അഡ്മിറ്റ് ചെയ്തില്ല. അതുപോലെ തന്നെ സായി കൃഷ്ണയും ഡെൻ ടീമിൽ നിന്ന് വന്നിട്ടുള്ള ബോള് കയ്യിൽ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ആദ്യ റൗണ്ടിൽ തന്നെ ഔട്ട് ആവുകയാണ് ഉണ്ടായത്. എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ഇതിന്റെ ഫൂട്ടേജ് ഒക്കെ കാണിച്ച് ഇവരെ പൊരിക്കുമെന്നാണ്.